നമസ്കാരം. നമ്മുടെ ആരോഗ്യ മേഖലയുടെ കഷ്ടകാലം എത്രയാണെന്ന് അറിയണമെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു സംഭവം മാത്രം മതി. ഒരു സാധാരണക്കാരൻ, ഒരു നിർധനരായ രോഗി, അയാൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്നു. ജീവൻ നിലനിർത്താൻ വേണ്ടി സർക്കാർ ആശുപത്രിയെ സമീപിച്ചപ്പോൾ കിട്ടിയത് കഠിനമായ ദുരിതമാണ്. വർക്ക്ഷോപ്പ് ജീവനക്കാരനായ ശ്രീഹരി എന്ന കണ്ണൂർ സ്വദേശിക്ക് സംഭവിച്ച ദുരവസ്ഥ വെറും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ തകർച്ചയുടെ നേർചിത്രമാണ്. ഒരു കൂട്ടിരിപ്പുകാരനില്ലാത്തത് കൊണ്ട് മാത്രം ഒരു മനുഷ്യന്റെ ജീവിതം തകർന്നടിഞ്ഞ ഈ സംഭവം കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള നമ്മുടെ അഭിമാന ബോധത്തെ ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച ജോലിസ്ഥലത്ത് കുഴഞ്ഞു വീണ ശ്രീഹരിയെ വർക്ക്ഷോപ്പ് ഉടമ സതീശനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. രോഗിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ബന്ധുക്കൾ കണ്ണൂരിലാണെന്നും കൂടെ ആരുമില്ലെന്നും പറഞ്ഞ് സതീശൻ മടങ്ങി. രാത്രിയിൽ ആശുപത്രി ജീവനക്കാരെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. എന്നാൽ 2 ദിവസത്തേക്ക് ശ്രീഹരിക്ക് ചികിത്സ ലഭിച്ചില്ല. മൂത്രത്തിൽ കുളിച്ച് ഒരു മൃഗത്തെ പോലെ തറയിൽ കിടന്ന ഒരു മനുഷ്യൻ. ഈ അവസ്ഥയിൽ അയാളുടെ വലതുഭാഗത്തെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. കൂടെ ഒരാളില്ലാത്തത് കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ ജീവിതം മുഴുവൻ ദുരിതക്കടലിൽ കഴിയേണ്ടി വരുന്നു. എന്താണ് നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ? കൂടെ ഒരു കൂട്ടിരിപ്പുകാരനില്ലാത്ത പാവപ്പെട്ടവന്, നിർധനന് ചികിത്സ ലഭിക്കില്ലേ? മെഡിക്കൽ കോളേജ് അധികൃതർ ഇതിന് പറയുന്ന ന്യായീകരണം വിചിത്രമാണ്. രോഗിയെ ആശുപത്രിയിൽ എത്തിച്ച സതീശനാണ് ഇതിന് ഉത്തരവാദി എന്നാണ് അവർ പറയുന്നത്. സിറ്റി സ്കാൻ റിപ്പോർട്ട് വാങ്ങിയില്ല എന്ന നിസ്സാര കാരണം പറഞ്ഞ് ഒരു മനുഷ്യന്റെ ജീവൻ അപകടത്തിലാക്കിയ ഈ ക്രൂരതയ്ക്ക് ആരാണ് ഉത്തരം പറയുക? നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വിഷയത്തിൽ കണ്ണടച്ചിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു വലിയ സർക്കാർ സ്ഥാപനത്തിൽ നടക്കുന്ന ഈ ദുരവസ്ഥയെക്കുറിച്ച് മന്ത്രിക്ക് അറിയില്ലെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഇതേ ആശുപത്രിയിൽ മുമ്പ് ഡോക്ടർ ഹാരിസിനെതിരെയും സമാനമായ വേട്ടയാടൽ നടന്നതാണ്. അന്നും മന്ത്രി മൗനം പാലിച്ചു. കൂടെ ഒരാളില്ലാത്തത് കൊണ്ട് മാത്രം ചികിത്സ നിഷേധിക്കപ്പെട്ട ഒരു പാവം രോഗിയുടെ ദുരവസ്ഥ കണ്ടിട്ടും ആരോഗ്യവകുപ്പ് മന്ത്രി എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഈ സംഭവം കേരള സർക്കാരിന്റെ മുഖത്തടിച്ചതുപോലെയുള്ള ഒരു പ്രഹരമാണ്. ലോകോത്തരമെന്ന് നമ്മൾ അഭിമാനിക്കുന്ന കേരള മോഡൽ ആരോഗ്യ മേഖലയുടെ പൊള്ളത്തരം തുറന്നു കാട്ടുകയാണിത്. സർക്കാർ ആശുപത്രികൾ ദരിദ്രരായ രോഗികൾക്ക് വേണ്ടിയുള്ളതല്ലേ? കൂട്ടിരിപ്പുകാരനില്ലെങ്കിൽ ഒരാൾക്ക് സർക്കാർ ആശുപത്രികളിൽ ജീവിക്കാൻ അവകാശമില്ല എന്നാണോ കേരള സർക്കാരിന്റെ നിലപാട്? സൂപ്രണ്ടിനും പോലീസിനും പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ആശുപത്രി അധികൃതർ പരസ്പരം പഴിചാരി ഒഴിഞ്ഞു മാറുന്നു. ഇതെല്ലാം കാണുമ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ ചുമതലയുള്ളവർക്ക് മനുഷ്യത്വം നഷ്ടപ്പെട്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശ്രീഹരിയുടെ ഭാര്യ പ്രീതിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം നുറങ്ങും. ഗൾഫിൽ ജോലി ചെയ്യുന്ന അവർക്ക് ഭർത്താവിനെ സഹായിക്കാൻ നാട്ടിലേക്ക് തിരിച്ചെത്തേണ്ടി വന്നു. തറയിൽ കിടന്ന രോഗിയെ സെക്യൂരിറ്റി ജീവനക്കാരൻ കട്ടിലിനടിയിലേക്ക് മാറ്റി കിടത്തിയെന്നാണ് അവർ പറയുന്നത്. ഇത് മനുഷ്യത്വമില്ലായ്മയുടെ പാരമ്യമാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ പാവപ്പെട്ടവർക്ക് അഭയം നൽകുന്ന ഇടങ്ങളല്ല. ഇവിടെ എത്തുന്ന ഓരോ രോഗിക്കും ചികിത്സ നൽകാൻ ജീവനക്കാർക്ക് ബാധ്യതയുമില്ലേ? ഈ വിഷയത്തിൽ കേരള സർക്കാർ ഉടനടി ശക്തമായ നടപടികൾ സ്വീകരിക്കുമോ? കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയോ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖലയെക്കുറിച്ച് നമ്മൾ അഭിമാനിക്കുന്നത് വെറും മിഥ്യാധാരണ മാത്രമായി മാറും. അതിൽ തെറ്റൊന്നുമില്ല, മിഥ്യാധാരണ തന്നെയാണ്. ഒരു സാധാരണക്കാരന്റെ ജീവിതം തകർത്ത ഈ സംഭവം വെറും ഒരു വാർത്തയായി മാത്രം തള്ളിക്കളയാനും നമുക്ക് കഴിയില്ല. ഈ വിഷയം പൊതുസമൂഹത്തിന്റെ ചർച്ചാ വിഷയമായി മാറണം. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ സമയമായി. സമയം അതിക്രമിച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ഉചിതം. ആരോഗ്യമന്ത്രിയും സർക്കാരും ഈ ദുരവസ്ഥയ്ക്ക് മറുപടി പറയണം. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ ലഭിക്കണമെങ്കിൽ കൂടെ ഒരു കൂട്ടിരിപ്പുകാരൻ നിർബന്ധമാണോ? ഈ ചോദ്യം സമൂഹത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.